എണീക്ക്, 10 മണിയായി. സോനുനെ വിളിച്ച് എണീപ്പിക്കും. എണീക്കാൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ 3rd വീക്ക് ഓഫ് ലോക്ക്ഡൗൺ. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മുടെ തുടക്കം തന്നെ ഒരു ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. വെള്ളയപ്പവും സ്റ്റൂവും. ഇനി എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചയ്ക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ. ഈ കഴിഞ്ഞ 2 ആഴ്ചയും വളരെ ബോറിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ച ഞങ്ങൾ തീരുമാനിച്ചത് ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നാണ്. പലപ്പോഴും നമുക്ക് പഴയ കാല ഡിഷസ് മിസ്സാകാറുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ കുക്കിംഗ് സ്കിൽസും ഈ പ്രാവശ്യം എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഇതിൽ ഈ ആഴ്ച കംപ്ലീറ്റ് ഞങ്ങൾ ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈസ്റ്റർ ആയിട്ട് എല്ലാവർക്കും ചിക്കൻ ദം ബിരിയാണി മതി. അതാണ് എല്ലാവരുടെയും ഫേവറേറ്റ്. ഈസ്റ്റർ ബിരിയാണി റെഡി. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ഈസ്റ്റർ ബിരിയാണി എൻജോയ് ചെയ്യുന്നു. നേരത്തെ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പഠിച്ചു. അതാണ് ഈ ലോക്ക്ഡൗണിലെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള പോയിന്റ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിലൂടെ ഒരുപാട് അനാവശ്യ ചെലവുകൾ ഞങ്ങളുടെ ഇല്ലാണ്ടായി. യൂട്യൂബിൽ നോക്കി ഓരോരോ ഐറ്റംസ് ട്രൈ ചെയ്യലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അതിലൊന്ന് ട്രൈ ചെയ്തതാണ് ഈ തന്തൂരി മോമോസ്.
കൃത്യമായിട്ടുള്ള റിവ്യൂ കൊടുക്കും. മറ്റൊന്ന് നെയ്യപ്പം. എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കിട്ടി. വിഷുവായിട്ട് രാവിലെ തന്നെ ഇഡ്ഡലി സാമ്പാർ. ഉടനെ തന്നെ വിഷു സ്പെഷ്യൽ ഐറ്റംസിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ചുട്ടരച്ച ചമ്മന്തി. ഏതായാലും ലോക്ക്ഡൗൺ ആയ കാരണം ഇലയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഉള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയത് കൊണ്ട് ഒരു മിനി സദ്യ ഒരുക്കി വിഷുവിന്റെ അന്ന്. പാളിപ്പോയ ഒരു ഫ്രൈഡ് റൈസ്. ചിക്കൻ കട്ട്ലെറ്റ്സ്. അത്തളമുത്തുള്ളതാക്കി ചുറ്റുമരിക്കിണപ്പില്ലാത്ത മറിയമ്മന്ന് വിളക്കൂതി അയ്യോ സാറേ മാണിക്കൊട്ട. അത്തളമുത്തുള്ളതാക്കി ചുറ്റുമരിക്കിണപ്പില്ലാത്ത മറിയമ്മന്ന് വിളക്കൂതി അയ്യോ സാറേ മാണിക്കൊട്ട. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ 3rd വീക്ക് ഓഫ് ലോക്ക്ഡൌൺ വിശേഷങ്ങൾ. ഈ ഫുൾ വീക്ക് ഞങ്ങൾ ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തതും ഫുഡ് എക്സ്പെരിമെന്റ്സും ആണ് ചെയ്തത്. അപ്പൊ ഇനി ഏതായാലും വീട്ടിന്റെ വെളിയിൽ ഇറങ്ങൂലെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വിശേഷം എന്ന് കണ്ടറിയാം. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.